ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. മാർച്ച് 17 ഞായർ. ചിന്താവിഷയം: നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്ന യേശുക്രിസ്തു. മനുഷ്യന്റെ സങ്കടങ്ങളിൽ സഹതപിക്കുന്ന ദൈവം എന്നത് തികഞ്ഞ യാഥാർത്ഥ്യവും തിരുവചനം പഠിപ്പിക്കുന്ന മഹത്തായ ചിന്തയുമാണ്. ഈ ദിവ്യമായ അനുഭവത്തിന്റെ അനേക ദൃഷ്ടാന്തങ്ങൾ ദൈവവചനത്തിൽ കാണാം. സങ്കടപ്പെടുന്ന മനുഷ്യനെ തള്ളിക്കളയാതെ അവനെ അരികിൽ ചേർക്കുന്ന ദൈവത്തെ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ മനുഷ്യന്റെ പരിമിതമായ മനീഷയിൽ ഈ സത്യം വിസ്മരിക്കപ്പെടും. എന്നാൽ മാറ്റമില്ലാത്ത ദൈവസ്നേഹവും അവിടുത്തെ അളവില്ലാത്ത കരുതലും തന്റെ അരികിൽ അണയുന്നവർക്ക് അനുഭവിക്കുവാൻ കഴിയും. മനുഷ്യന്റെ സമസ്ത അനുഭവങ്ങളിലും അവനോടുകൂടെയുള്ള ദൈവത്തെയാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. തികച്ചും ആശ്വാസകരമായ ഈ സമീക്ഷകളുടെ വിശദീകരണങ്ങളാണ് പുതിയ നിയമത്തിൽ വിവരിക്കുന്നത്. തപ്ത ഹൃദയങ്ങൾക്ക് ആശ്വാസവും ജീവിക്കാനുള്ള പ്രചോദനവും കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങളാണ്. നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്ന യേശുക്രിസ്തു എന്ന ചിന്തവിഷയത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ട വേദഭാഗങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാം പാഠഭാഗം ഉൽപ്പത്തി 21:9-19 വരെ. അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നും പരിത്യജിക്കപ്പെട്ട സാറയുടെ ദാസിയായ ഹാഗറിന്റെയും അവളുടെ മകൻ ഇസ്മായേലിന്റെയും സംഭവബഹുലമായ ചരിത്രമാണ് വേദഭാഗം. ഒരു തുരുത്തി വെള്ളവും ഏതാനും അപ്പക്കഷണങ്ങളുമായി അവരെ യാത്രയയക്കുന്നു. എങ്ങോട്ടെന്നറിയാതെ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു. ബേർശേബ മരുഭൂമിയിൽ ഈ നിസ്സഹായർ ഉഴന്ന് നടന്നു എന്ന് വായിക്കുമ്പോൾ അവർ യാത്ര ചെയ്യുന്ന കനൽ വഴികളുടെ തീവ്രത വ്യക്തമാണ്. മരുഭൂമി വേദപുസ്തക ചിന്തയിൽ കേവലം ഊഷരമായ ഒരു സ്ഥലം എന്നതിനേക്കാൾ മരണത്തിന്റെയും ലക്ഷ്യരാഹിത്യത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും തുടങ്ങി സകല വൈരുദ്ധ്യങ്ങളുടെയും പ്രതീകമാണ്. നിഷ്കാസിതരായ ഇവരുടെ മുന്നോട്ടുള്ള യാത്ര അസാധ്യമായി. ഈ നിസ്സഹായതയിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം ഇവിടെ ദൃശ്യമാകുന്നു. ഹാഗർ ഉറക്കെ കരഞ്ഞു. ഈ വിലാപത്തിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ദൈവം ശ്രവിച്ചു. അതാണ് ദൈവം ബാലന്റെ നിലവിളി കേട്ടു എന്ന വാക്കുകൾ അർത്ഥമാക്കുന്നത്. മനുഷ്യ ഭാവനകൾക്ക് അതീതമായ ദൈവിക ഇടപെടൽ മരുഭൂമിയിൽ ഉണ്ടാകുന്നു. നിരാലംബരായ ഹാഗറിന്റെയും ഇസ്മായേലിന്റെയും ജീവിതത്തിൽ വർണ്ണാഭമായ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. ദൈവം അവളുടെ കണ്ണു തുറന്നു. ഒരു നീരുറവ് അവൾ കണ്ടു. ഈ രണ്ട് വാക്കുകൾക്കും ആഴമായ അർത്ഥമാണുള്ളത്. വഴിയടഞ്ഞ സ്ഥാനത്ത് കാഴ്ച സ്ഥിരപ്പെടുകയും ഊഷരതയിൽ ജീവന്റെ പ്രതീകമായ വെള്ളം ലഭ്യമാകുകയും ചെയ്തു. മാത്രമല്ല, മരുഭൂമി അവർക്ക് മലർവാടിയാകുന്നു. മനുഷ്യന്റെ രോദനം കേട്ട് അതിശയം പ്രവർത്തിക്കുന്ന ദൈവത്തെ ഇവിടെ കാണുന്നു. വാസയോഗ്യമല്ലാത്ത സ്ഥാനം അനുയോജ്യമായ ഭൂമികയായി തീർന്നു. വിപരീത സാഹചര്യങ്ങളെ ഔന്നത്യത്തിൽ എത്താനുള്ള അവസരമാക്കി ദൈവം രൂപപ്പെടുത്തി. തിരുവചനം പറയുന്നത് ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. വാക്യം 20. ഇത് ദൈവം പ്രാർത്ഥന കേട്ടതിന്റെ മനോഹരമായ വർണ്ണനയാണ്. ദുഃഖത്തിന്റെ ആഴം മനസ്സിലാക്കി പുതിയ വഴികൾ തുറന്ന് അനുഗ്രഹം പകരുന്ന സർവശക്തന്റെ അതിശയകരമായ പ്രവർത്തനമാണ് ഈ സംഭവത്തിൽ ദൃശ്യമാകുന്നത്. തിരുവചനത്തിന്റെ സാര സംഗ്രഹവും ഇതാണ്. രണ്ടാം പാഠഭാഗം അപ്പോസ്തലപ്രവൃത്തി 12:5-16 വരെ. ക്രൈസ്തവ സഭയുടെ ആരംഭ നാളുകളിലെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് വേദഭാഗം. യാക്കോബിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഹെരോദാവ് പത്രോസിനെ തടവിലാക്കി. വിശ്വാസ സമൂഹം അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥമാകാവുന്ന സാഹചര്യം. മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു മൂല്യവും നൽകാത്ത ഹെരോദാവിന്റെ
ജയിലിൽ അക്ഷോഭ്യനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുന്ന പത്രോസിന്റെ ചിത്രം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭീതി നിമിത്തം യേശുവിനെ നിഷ്കരണം തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ഇപ്പോഴുള്ള ധൈര്യം പരിശുദ്ധാത്മാ ശക്തിയുടെ നിദർശനം മാത്രമാണ്. ഇതിനെ വിശ്വാസത്തിന്റെ വിജയദാർഢ്യം എന്ന് വിശേഷിപ്പിക്കാം. ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയാൽ സഭ ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു. വിശുദ്ധ ലൂക്കോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചുപോന്നു. പ്രതിലോമങ്ങളിൽ പ്രാർത്ഥനയിൽ ജാഗരൂകമായിരുന്ന സഭയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഭരണ സ്വാധീനമോ ആൾബലമോ തുടങ്ങി ഒന്നും അഭിമാനിക്കാനില്ലാതിരുന്ന ചെറിയ സഭ പ്രാർത്ഥനയിൽ കൂടി നേടിയ വൻ വിജയത്തിന്റെ ചരിത്രമാണ് ഇവിടെ കാണുന്നത്. ഹൃദയ നൊമ്പരത്തോടും വിശ്വാസ ദൃഢതയോടും സഭ പ്രാർത്ഥിച്ചപ്പോൾ ഭാവനാതീതമായ അത്ഭുതം ഉണ്ടായി. ഇതിനെക്കുറിച്ച് പറയുന്ന 2 വാക്കുകൾ പ്രാധാന്യമുള്ളതാണ്. ജയിലറയിൽ വെളിച്ചം പ്രകാശിച്ചു. കൈകളിലെ ചങ്ങലകളിൽ നിന്നും പത്രോസ് വിമുക്തനായി. ക്രൂരനായ ഭരണാധികാരിയുടെ അന്യായമായ തടങ്കലിൽ നിന്നും വിമോചിതനാകുന്ന പത്രോസ് നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന യേശുക്രിസ്തു എന്ന ചിന്താവിഷയത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. ജാഗ്രതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ ജയിൽ വിമുക്തനായി പത്രോസ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്കുണ്ടായ സന്തോഷവും പ്രതീക്ഷയും വാക്കുകൾക്ക് അതീതമായിരുന്നു. ഹെരോദാവിന്റെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരവുമായിരുന്നു. തികഞ്ഞ ആവശ്യഭാരത്തോടെ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ വലിയ പ്രവർത്തനമാണ് ഇതിൽ കാണുന്നത്. ആദിമ സഭയ്ക്ക് ഈ സംഭവം വലിയ പ്രചോദനമായി. ധൈര്യത്തോടെ വിശ്വാസയാത്ര തുടരാനുള്ള ഊർജമായി അത് പരിണമിച്ചു. ലേഖന ഭാഗം റോമർ 8:26 മുതൽ 30 വരെ. ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനിവാര്യതയും അത് ലഭ്യമാക്കുന്ന അനുഗ്രഹങ്ങളും അതിന്റെ ദൈവശാസ്ത്ര വിശകലനങ്ങളും വിശദമായി വേദഭാഗത്ത് വിവരിച്ചിരിക്കുന്നു. മഹത്വകരമായ പ്രത്യാശയാൽ നാം പരിപോഷിക്കപ്പെടുന്നതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ വ്യക്തമായ സഹായമാണെന്ന് അപ്പോസ്തലൻ പറയുന്നു. ജീവിത ഭാരങ്ങളാൽ നാം ചഞ്ചലപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നവനും പ്രവർത്തനങ്ങളിൽ ബലപ്പെടുത്തുന്നവനുമാണ്. എല്ലാ അനുഭവങ്ങളെയും നന്മയ്ക്കായി ദൈവം രൂപപ്പെടുത്തുന്നു. ഈ സത്യത്തിന്റെ അന്തരാർത്ഥങ്ങളെ ഗ്രഹിപ്പാൻ നമുക്ക് പരിമിതിയുണ്ട്. എന്നാൽ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ അടുത്തുവരുമെങ്കിൽ അവിടുത്തെ ദിവ്യ കാരുണ്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലൻ തന്റെ അനുഭവ പശ്ചാത്തലത്തിൽ ഇത് വ്യക്തമാക്കുന്നു. അപേക്ഷയെ ഉപേക്ഷിക്കാതെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന ദൈവത്തെയാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. ദിവ്യമായ അനുഗ്രഹങ്ങളുടെ വിശാലമായ വാതായനങ്ങൾ തന്റെ അരികിൽ എത്തുന്നവർക്കായി ദൈവം എപ്പോഴും തുറക്കുന്നു. ഈ സത്യത്തിന്റെ സാക്ഷികളായി സഭയെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. നോമ്പിന്റെ ദിനങ്ങൾ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് 10:46 മുതൽ 52 വരെ. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിൽ കർത്താവ് നൽകിയ സൗഖ്യദായക സംഭവങ്ങൾ വളരെ പ്രാധാന്യതയോടെയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ ചരിത്രമാണ് അന്ധനായ ബർത്തിമായിക്ക് ലഭിക്കുന്ന സൗഖ്യം. ചില വ്യത്യാസങ്ങളോടെ സമവീക്ഷണ സുവിശേഷകർ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സൗഖ്യം ലഭിക്കുന്ന അന്ധന്റെ പേര് ബർത്തിമായി എന്ന് വിശുദ്ധ മർക്കോസ് മാത്രമാണ് പറയുന്നത്. അവൻ യാചകനും നിസ്സഹായനുമായിരുന്നു. എന്നാൽ അവന്റെ ആർദ്രമായ അപേക്ഷയ്ക്ക് യേശു നൽകിയ മറുപടിയാണ് അന്ധതയിൽ നിന്നുള്ള വിടുതൽ. ഇതായിരുന്നു 3 സുവിശേഷകരുടെയും പ്രമേയം. കാഴ്ച നഷ്ടപ്പെട്ട സമൂഹത്തിന് കാഴ്ചയും പുതിയ ദർശനവും നൽകുവാൻ യേശുവിന് കഴിയുമെന്ന സന്ദേശവും
ഈ വിവരണങ്ങളിൽ കൂടെ സുവിശേഷകർ അർത്ഥമാക്കുന്നുണ്ട്. വേദഭാഗം നൽകുന്ന 3 ചിന്തകൾ ശ്രദ്ധേയമാണ്. കടന്നുപോകുന്ന യേശുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ബർത്തിമായി. അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ബർത്തിമായി യേശുവിനെക്കുറിച്ചും അവിടുത്തെ ദിവ്യ കാരുണ്യത്തെക്കുറിച്ചും കേട്ടിരുന്നു. എന്നാൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവസരം സമാഗതമായപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ കർത്താവിനെ അഭിമുഖീകരിപ്പാൻ അവൻ വ്യഗ്രത കാട്ടുന്നു. തികച്ചും ശ്രദ്ധേയമായ മനോഭാവം. പല വൈതരണികൾ അവന്റെ മുമ്പിൽ ഉണ്ട്. ജനക്കൂട്ടത്തിന്റെ തിരക്ക്, യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യം, യേശുവിന്റെ പ്രതികരണം എപ്രകാരമാകുമെന്ന ആശങ്ക. എന്നാൽ ഇവയെക്കുറിച്ച് ചിന്തിക്കാതെ ആഗതമായ അവസരത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുന്നു. വിശിഷ്ടമായ ഈ ഗുണവിശേഷമാണ് കാഴ്ച ലഭിക്കുവാൻ ഇടയാക്കിയത്. അവസരങ്ങളിലെ ഒരു നിമിഷം പോലും അവൻ നഷ്ടപ്പെടുത്തിയില്ല. അതിനാൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അനുഭവം ലഭ്യമായി. ഇത് നൽകുന്ന സന്ദേശം വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവം നമ്മുടെ മുമ്പിൽ മനോഹരമായ അവസരങ്ങളെ നൽകുമ്പോൾ അത് തക്കത്തിൽ ഉപയോഗിക്കണം. ഇതിൽ സംഭവിക്കുന്ന പരാജയമാണ് ജീവിതത്തെ അധമമാക്കുന്നത്. പലപ്പോഴും പരിമിതികളും പരിഭവങ്ങളും പറഞ്ഞ് നാം അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കും. ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന ഈ സ്വഭാവത്തിന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന പദമാണ് പ്രൊക്രാസ്റ്റിനേഷൻ. അർത്ഥം മാറ്റിവെക്കൽ, നീട്ടിവെക്കൽ എന്നൊക്കെയാണ്. ജാക്സൺ ബ്രൗൺ എന്ന ചിന്തകൻ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളെക്കുറിച്ച് പറയുന്നത്, നത്തിങ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളെപ്പോലെ വിലയുള്ള മറ്റൊന്നില്ല എന്നാണ്. ഈ 2 മനോഭാവങ്ങളും ജീവിത പരാജയത്തിന് കാരണമാണ്. അന്ധനായ മനുഷ്യൻ സമാഗതമായ അവസരങ്ങളെയും സമയത്തെയും നഷ്ടപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവന് കാഴ്ച ലഭിക്കില്ലായിരുന്നു. കാരണം യേശുവിന്റെ യാത്ര പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിനങ്ങളിലേക്കായിരുന്നു. ദൈവം നൽകുന്ന സാഹചര്യങ്ങളെ ജാഗ്രതയോടെ ഉപയോഗിക്കാൻ ഈ സംഭവം നമ്മെ ഉപദേശിക്കുന്നു. രണ്ടാമതായി ബർത്തിമായിയുടെ സംബോധന. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. വാക്യം 47. ഒരു ഭിക്ഷക്കാരന്റെ ഈ സംബോധന ആരെയും അതിശയിപ്പിക്കുന്നതാണ്. യേശുവിനെ പ്രതീക്ഷകളുടെ പ്രതീകമായ ദാവീദ് പുത്രൻ എന്ന് വിളിക്കുമ്പോൾ അത് ഒരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. ശിഷ്യന്മാർക്കും പണ്ഡിതന്മാർക്കും മനസ്സിലാകാതിരുന്ന മശിഹ രഹസ്യം ഈ യാചകൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതിന് ആഴമായ അർത്ഥം സുവിശേഷകർ കാണുന്നു. യേശുവിൽ അർപ്പിച്ച പ്രതീക്ഷയുടെ ഉദാത്ത ഭാവമാണ് ഇവിടെ പറയപ്പെട്ട വിശ്വാസ പ്രഖ്യാപനം. അതോടൊപ്പം കരുണ ചെയ്യണമേ എന്ന യാചനയും അത്യന്തം ആർദ്രമാണ്. ബർത്തിമായിയുടെ ആത്മാർത്ഥമായ അഭയ യാചനയ്ക്ക് യേശു അനുഗ്രഹീതമായ മറുപടി നൽകി. ഈ യാചനയാണ് നാം ആദരവോടെ ആരാധനയിൽ ആലപിക്കുന്ന കുറിയലായുസോൻ. നോമ്പിന്റെ നാളുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കുറിയലായുസോൻ എന്ന അപേക്ഷയാണ്. യാചകന്റെ ഇപ്രകാരമുള്ള പ്രാർത്ഥനയാണ് എക്കാലവും വിശ്വാസികൾ ആത്മപ്രേരിതമായി പറയുന്ന കുറിയലായുസോൻ. ഹൃദയം നുറുങ്ങിയ യാചനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവം നമുക്ക് പ്രത്യാശയുടെ ഉറവിടമാണ്. ഈ സത്യം എന്നും നാം ഓർമ്മിക്കേണ്ടതാണ്. യേശുവിനെ അനുഗമിക്കുന്ന ബർത്തിമായി. കാഴ്ച പ്രാപിച്ച് യേശുവിനെ അവൻ അനുഗമിച്ചു. 3 സുവിശേഷകരും പ്രാധാന്യതയോടെ ഇത് ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതുവരെയും വെളിച്ചവും ലോകത്തിന്റെ ചേതോഹര കാഴ്ചകളും കാണാത്തയാൾ അത് ലഭ്യമായപ്പോൾ സ്വാഭാവികമായി ലോകത്തെ അനുഗമിക്കാനാണ് സാധ്യത. എന്നാൽ ഈ വ്യക്തി പ്രകടമാക്കുന്ന ആത്മീക പ്രതിബദ്ധത ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ശിഷ്യത്വത്തിന്റെ അതിശ്രേഷ്ഠമായ മാതൃകയാണ് ഇവിടെ കാണുന്നത്. അതോടൊപ്പം അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു. വാക്യം 50.
ഈ വാക്കുകളും അർത്ഥവ്യാപ്തി നിറഞ്ഞതാണ്. ഉപേക്ഷിച്ച ഈ പുതപ്പ് തന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പ്രതീകമായി കാണാം. കഴിഞ്ഞ നാളുകളുടെ സങ്കീർണമായ അവസ്ഥകളെ വിട്ടുകളഞ്ഞ് ഒരു പുതിയ മനുഷ്യനാകാനുള്ള അവന്റെ തീരുമാനം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. യേശുവിനെ അനുഗമിക്കുന്ന ഏവർക്കും ഇത് അനിവാര്യമാണ്. ക്രിസ്തുവിൽ പുതിയ മനുഷ്യൻ, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ സവിശേഷത. ആഗ്രഹങ്ങൾ നിറവേറിക്കഴിഞ്ഞാൽ ഗുരുവിനെ ഉപേക്ഷിക്കുന്നവനല്ല, ഗുരുവിനോട് ചേർന്ന് നടക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഈ സത്യമാണ് ബർത്തിമായി നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിനോടുകൂടെ സഹയാത്രികനാകുവാനുള്ള ബർത്തിമായുടെ തീരുമാനം ശരിയായി നാം വിശകലനം ചെയ്യേണ്ടതാണ്. ദൈവത്തിൽ നിന്നും ദിനംതോറും നന്മകൾ പ്രാപിക്കുമ്പോൾ അവന്റെ പാതയിൽ കൂടെയാണോ നാം യാത്ര ചെയ്യുന്നത്? നിരവധിയായ കൃപകൾ അനുഭവിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടോ? നാം ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതുമാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ പോലും സൃഷ്ടാവായ ദൈവത്തോട് നന്ദി പ്രകടമാക്കുന്നു എന്ന് കവി പാടുന്നുണ്ട്. വിത്തിൽ നിന്നും പുതിയ മുകുളം ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാം. വിത്ത് മുളച്ച് വരുന്നത് കൂപ്പുകൈകളോടെയാണെന്ന് കവിവാക്യം പറയുന്നു. വിത്ത് പറയുന്നതിനെക്കുറിച്ചുള്ള കവിഭാവന ഇപ്രകാരമാണ്: വരണ്ട് ഉണങ്ങിയ എനിക്ക് ജലം തന്ന് ജീവനെ ത്രസിപ്പിച്ച് പുതിയ മുകുളം വളരുവാൻ കൃപ നൽകിയല്ലോ, അതിന് നന്ദി കരേറ്റുന്നു. ദൈവമുമ്പിൽ നാം കൃതജ്ഞരാണോ? നോമ്പിന്റെ നാളുകളിൽ ഇത് നമ്മുടെ ചോദ്യമാകണം. അല്ല എങ്കിൽ അതിനുള്ള ആഹ്വാനമായി ഈ സംഭവത്തെ കാണണം. കർത്താവെ, കരുണ ചെയ്യണമേ, കുറിയലായുസോൻ എന്ന അപേക്ഷയും അവനെ അനുധാവനം ചെയ്യാനുള്ള സന്നദ്ധതയും ഒരുപോലെ നമുക്കുണ്ടെങ്കിൽ നാം ധന്യരാകും. അതാണ് അനുഗ്രഹത്തിന്റെ മാർഗം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഭിക്ഷക്കാരൻ നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഗുണവിശേഷത്താലാണ്. അപ്രകാരമാകുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. യാത്രയിൽ അവനെ അനുഗമിച്ചു എന്ന ചെറിയ വാചകത്തിലൂടെ വിശുദ്ധ മർക്കോസ് തന്റെ വിവരണം സമാപിപ്പിക്കുന്നു. ഈ യാത്ര യെരുശലേമിലേക്കുള്ള യാത്രയായിരുന്നു. തുടർന്നാണ് ക്രൂശീകരണവും ഉദ്ധാനവും തുടങ്ങി ക്രിസ്തീയ വിശ്വാസത്തെ അർത്ഥവത്താക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത്. വഴിയോരം വാസസ്ഥലവും അവഗണന അനുഭവവുമായിരുന്ന ഈ ഭിക്ഷക്കാരൻ ക്രൂശിന്റെ സാക്ഷിയാകുന്നു. മനുഷ്യധാരണകളെ ഇത് വെല്ലുവിളിക്കുന്ന സംഭവമാണ്. ക്രിസ്തുവിലാകുന്ന വ്യക്തിക്ക് ലഭ്യമാകുന്ന മഹത്വത്തിന്റെ മനോഹാരിത ഈ ചരിത്രത്തിൽ നാം ദർശിക്കുന്നു. കർത്താവിനെ പിന്തുടർന്ന അനുഗ്രഹീതരുടെ ഗണത്തിൽ ബർത്തിമായും ചേരുന്നു. മനുഷ്യരുടെ മുൻപിൽ ഭിക്ഷാപാത്രവുമായി നിന്ന് സഹായത്തിനായി അപേക്ഷിച്ച വ്യക്തി രക്ഷകന്റെ പാതയിലെ ഒരു പഥികനാകുന്ന കാഴ്ച എത്ര സുന്ദരമാണ്! ഇതിന് കാരണമാകുന്നത് യേശുവിനെ അനുധാവനം ചെയ്യാനുള്ള അവന്റെ തീരുമാനവും താൽപര്യവുമാണ്. ആദിമ വിശ്വാസ സമൂഹത്തിൽ ബർത്തിമായി ശ്രദ്ധേയനായിരുന്നു എന്ന് ചില പാരമ്പര്യ രേഖകൾ പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി ബർത്തിമായിയുടെ ജീവിതവും സാക്ഷ്യവും നമുക്ക് ഉദാത്ത മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.